പലസ്തീനെതിരായ 2 വർഷം നീണ്ട വംശഹത്യയ്ക്ക് അവസാനമാകുമെന്ന പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ മാസം വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ലോകം ശ്രവിച്ചത്. 2023 ഒക്ടോബർ 8-നായിരുന്നു പലസ്തീനുമേൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ഹമാസിന്റെയും ചില ഭീകര സംഘടനകളുടെയും കടന്നാക്രമണത്തിന്റെ പ്രതികാരമെന്ന് ന്യായീകരിച്ചായിരുന്നു ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത്. അതുവരെ ഉണ്ടായിരുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പലസ്തീനും ഗാസയ്ക്കും നേരെയുള്ള വംശഹത്യയായി അത് മാറുകയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച് ഒക്ടോബർ 1 നിലവിൽ വന്ന വെടിനിർത്തലിനിടെ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത് പലസ്തീനിലും ഗാസയിലുമായിരുന്നു. ഹമാസിന്റെ ആക്രമണങ്ങളിൽ ഇസ്രായേലികളും വിദേശ പൗരന്മാരുമടക്കം 2000-ഓളം പേർക്ക് ജീവഹാനി സംഭവിക്കുകയും 250-ലധികം പേരെ ബന്ദിയാക്കുകയും ചെയ്തെങ്കിൽ പ്രതികാര ആക്രമണങ്ങളിൽ 70,000-ഓളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അവരിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമായിരുന്നു. 17,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ രീതിശാസ്ത്രങ്ങളും വ്യവസ്ഥകളുമെല്ലാം ലംഘിച്ചുള്ള ആക്രമണങ്ങളാണ് പലസ്തീനു നേരെ ഇസ്രായേൽ നടത്തിയത്. ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും ഖബർസ്ഥാനുകളും മാത്രമല്ല, അഭയകേന്ദ്രങ്ങളും ദുരിതബാധിതർക്ക് ഭക്ഷണവും മരുന്നുകളും വിതരണം ചെയ്യുന്ന സഹായ കേന്ദ്രങ്ങൾക്കു നേരെ പോലും വ്യോമ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി പൗരന്മാരെ വധിക്കുന്ന ഹീനകൃത്യങ്ങളും കുട്ടികളെയും സ്ത്രീകളെയും കണ്ടെത്തി കൊല്ലുന്ന നിഷ്ഠൂരതകളും ഉണ്ടായി. തടവിലായവർ നേരിട്ട ക്രൂരതകൾ വെടിനിർത്തലിനു ശേഷം അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പലതവണ ബലാത്സംഗത്തിനിരയായതിന്റെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ യുവതികളും അമ്മമാർ പോലും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ആദ്യ ദിനം തന്നെ 2 തവണ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയും അവളുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയതായി കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന പലസ്തീൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മനോവീര്യം തകർക്കാനും വ്യക്തിഹത്യ നടത്താനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നിർബന്ധിച്ച് വിവസ്ത്രരാക്കൽ, അവയുടെ ചിത്രീകരണം, വസ്തുക്കളും നായ്ക്കളെയും ഉപയോഗിച്ചുള്ള ലൈംഗികാതിക്രമം എന്നിവ പോലും ഉണ്ടായെന്നാണ് PCHR റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ. പലസ്തീൻ അധിനിവേശം മാത്രമല്ല, വംശഹത്യ കൂടി ലക്ഷ്യം വെച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണമെന്നാണ് സാഹചര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. നിർബന്ധിത വെടിനിർത്തൽ പോലും യുദ്ധവേളയിൽ പാലിക്കപ്പെട്ടില്ല. 2023 നവംബറിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായെങ്കിലും പരാജയപ്പെട്ടു. 2025 ജനുവരിയിൽ രണ്ടാമത്തെ വെടിനിർത്തൽ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെ മാർച്ച് മാസത്തിൽ അവസാനിച്ചു. 2 വർഷം നീണ്ട യുദ്ധം പലസ്തീനിലും പരിസരങ്ങളിലും മാത്രമല്ല, മേഖലയിലാകെ അശാന്തി വിതയ്ക്കുന്നതായി. US-ഉം സഖ്യകക്ഷികളും ഇസ്രായേൽ പക്ഷം ചേർന്നാണ് നിലകൊണ്ടതെങ്കിലും ആ രാജ്യങ്ങൾക്കകത്തും യുദ്ധവിരുദ്ധ വികാരം ശക്തമായി. ജനങ്ങൾ എത്രയോ തവണ അതാതിടങ്ങളിലെ സർക്കാരുകളുടെ ഇസ്രായേൽ അനുകൂല നിലപാടുകൾക്കെതിരെ തെരുവിലിറങ്ങി. ആഫ്രിക്ക നൽകിയ ഹർജിയിൽ 2024 നവംബർ 21 അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഗാസയിലെ യുദ്ധകുറ്റങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മേധാവി യോവ് ഗാലറ്റ്, ഹമാസ് നേതാവ് മുഹമ്മദ് ദെയ്ഫ് എന്നിവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഹർജിയെ മലേഷ്യ, തുർക്കിയ, ജോർദാൻ, ബൊളീവിയ, മാലദ്വീപ്, നമീബിയ, പാകിസ്ഥാൻ, കൊളംബിയ, അറബ് രാഷ്ട്ര കൂട്ടായ്മ, ബ്രസീൽ തുടങ്ങി നിരവധി രാജ്യങ്ങൾ പിന്തുണച്ചിരുന്നു. ഈ വിധത്തിൽ ലോകത്തിന്റെയും നീതിന്യായ സംവിധാനത്തിന്റെയും ശക്തമായ എതിർപ്പ് നിലനിൽക്കുമ്പോഴും ആക്രമണങ്ങളുമായി മുന്നോട്ടു പോകുകയായിരുന്നു ഇസ്രായേൽ. ലോകമാകെ യുദ്ധവിരുദ്ധ വികാരങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടാകുകയും ഒക്ടോബർ 1 പ്രാബല്യത്തിലാകുകയും ചെയ്തത്. എന്നാൽ 1 മാസം പിന്നിടുമ്പോഴും അത് പൂർണ്ണാർത്ഥത്തിൽ പാലിക്കപ്പെടുന്നില്ലെന്നാണ് മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വ്യാഴാഴ്ച ഹാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 പേർ മരിച്ചു. വീടുകൾക്ക് നേരെയും ഇവിടെ ആക്രമണമുണ്ടായി. അതിനു മുൻപ് ലെബനനിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 13 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇതുവരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് 400-ലധികം ലംഘനങ്ങളും തൽഫലമായി 300-ലധികം മരണങ്ങളും ഉണ്ടായെന്നാണ് പലസ്തീന്റെ ഔദ്യോഗിക വിശദീകരണം. ഹമാസിന്റെ സാന്നിധ്യം, ഭീകരപ്രവർത്തനം എന്നീ പേരുകൾ പറഞ്ഞ് അതിക്രമങ്ങൾ അനുസ്യൂതം തുടരുകയാണവർ. ഈ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ കരാർ പാലിക്കുന്നതിനും പലസ്തീനിലും അതുവഴി മേഖലയിലും പുലരുമെന്ന് പ്രതീക്ഷിച്ച സമാധാന അന്തരീക്ഷം കൈവരിക്കുന്നതിനും US-ഉം മധ്യസ്ഥം വഹിച്ച രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയും സ്വസ്ഥത ആഗ്രഹിക്കുന്ന ജനങ്ങളും രംഗത്തിറങ്ങേണ്ടതുണ്ട്.